സ്കൂൾ കോളേജിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഇയർ അല്ലെങ്കിൽ അത് അവസാനിച്ച് കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് ബുക്കിൽ എഴുതി കൊടുക്കുകയും അതിൽ മയിൽപ്പീലി വെച്ചിട്ട് ഓട്ടോഗ്രാഫൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാം നശിപ്പിച്ച ഓട്ടോഗ്രാഫും മയിൽപ്പീലിയും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ സ്നാപ്ചാറ്റോ ഏതൊരു ആപ്ലിക്കേഷൻ വന്നാലും ഈ പണ്ടത്തെ ഓട്ടോഗ്രാഫും അല്ലെങ്കിൽ പണ്ടത്തെ ഒരു മെമ്മറി അതൊക്കെ ഒരാപ്പിനെ കൊണ്ടും ഇപ്പോഴും ഒരു ഭയങ്കര രീതിയിലുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമസ്കാരം. ഇൻസ്റ്റഗ്രാം നശിപ്പിച്ച ഓട്ടോഗ്രാഫും മയിൽപ്പീലിയും ഇതെന്താണെന്ന് വെച്ചാൽ പണ്ട് 90s ജനിച്ച ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം, അതായത് സ്കൂൾ കോളേജിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഇയർ അല്ലെങ്കിൽ അത് അവസാനിച്ച് കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് ബുക്കിൽ എഴുതി കൊടുക്കുകയും അതിൽ മയിൽപ്പീലി വെച്ചിട്ട് ഓട്ടോഗ്രാഫൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് കാലത്ത്, അതായത് അന്ന് കാലത്ത് ആൾക്കാർ കൂടുതലും മിസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലും അവരുടെ ഇഷ്ടങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലും ഇതിലൂടെയൊക്കെ ആയിരുന്നു. ഒരു ബുക്കിൽ ഓട്ടോഗ്രാഫ് എഴുതുക, എന്നിട്ട് അതിൽ മയിൽപ്പീലി വെച്ച് അടച്ചിട്ട് അതൊരു മെമ്മറി പോലെ ഒരു ബുക്ക് കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അത് കാലം ഒരുപാട് മാറി. കാരണം ഇന്ന് ടെക്നോളജിയൊക്കെ ഭയങ്കര രീതിയിൽ അഡ്വാൻസ്ഡ് ആയേക്കാണ്. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ അവർക്ക് ഈ ഓട്ടോഗ്രാഫോ അല്ലെങ്കിൽ മയിൽപ്പീലി ഇങ്ങനെ ബുക്കിൽ വെക്കുക എന്നുള്ള ആ സംഭവമൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം കാലം മാറി, അഡ്വാൻസ്ഡ് ആയി ടെക്നോളജിയൊക്കെ മാറി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരു കോളേജോ സ്കൂളോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റ്സിൽ ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുക, പോസ്റ്റ് ഇടുക, റീൽസ് മെൻഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ പല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പണ്ടുകാലത്തെ ആൾക്കാരുടെയൊക്കെ ഒരു മെമ്മറി ക്രിയേറ്റ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഒരു ബുക്കിൽ സൈനൊക്കെ ഓട്ടോഗ്രാഫൊക്കെ ഇട്ട് ഒരു മയിൽപ്പീലിയൊക്കെ വെച്ച് അടച്ച് അതൊക്കെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പല പിക്ചേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ പണ്ട് കാലത്തെ ഒരു ബുക്കിൽ AI വെച്ച് ജനറേറ്റ് ചെയ്ത ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ബുക്കിൽ ഇങ്ങനെ ഓട്ടോഗ്രാഫ് എഴുതുക, എന്നിട്ട് അതിൽ മയിൽപ്പീലി വെച്ച് അടയ്ക്കുക, പിന്നെ പലതരത്തിലുള്ള ലെറ്ററൊക്കെ എഴുതി കൊടുക്കുക, അതൊക്കെ പണ്ടത്തെ കാലത്തൊരു മെമ്മറി ആയിരുന്നു. അപ്പോൾ ശരിക്കും പറയാം ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷം അതൊക്കെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇപ്പോൾ നമുക്കൊരാൾ പണ്ട് കാലത്തൊക്കെ ആളുകൾ തമ്മിൽ, അതായത് പണ്ട് കാലത്ത് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ല, മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അവർ മടിച്ച് നിൽക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു റീൽസിൽ മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റീൽ അയച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇന്നത്തെ കാലത്ത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അത്രയും മാറി. കാരണം ഇപ്പോൾ ഒരു എന്തെങ്കിലും വഴക്കോ ഹല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റീൽ അയച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ തമ്മിൽ രണ്ടുപേർ റീൽ അയച്ചു. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും ഒരുപാട് പണ്ടത്തെക്കാട്ട് ഇപ്പോൾ ഭയങ്കര രീതി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ സ്നാപ്ചാറ്റോ ഏതൊരു ആപ്ലിക്കേഷൻ വന്നാലും ഈ പണ്ടത്തെ ഓട്ടോഗ്രാഫും അല്ലെങ്കിൽ പണ്ടത്തെ ഒരു മെമ്മറിയും അതൊക്കെ ഒരാപ്പിനെ കൊണ്ടും ഇപ്പോഴും ഒരു ഭയങ്കര രീതിയിലുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു മെമ്മറി, എന്താണ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തേക്കുന്ന ഒരു മെമ്മറബിൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.